മൈ ജോബ് ഗൾഫ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നൗഫൽ. സന്ദർശക വിസയിലൂടെയുള്ള UAE പ്രവേശനം കർശനമാക്കിയെങ്കിലും ഒരു വർഷത്തെ സെൽഫ് സ്പോൺസേഡ് വിസയുമായി UAE. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു വർഷത്തെ വിസ വിദേശികൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ UAEയിൽ പ്രവേശിക്കാനും നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായി ജോലി ചെയ്യാനും അനുവദിക്കുന്നു. 55 വയസ്സിന് മുകളിലുള്ള വിരമിച്ച താമസക്കാർക്കും സ്പോൺസറില്ലാതെ താമസ വിസ ലഭിക്കും. ഇതിനകം സന്ദർശക വിസയിലുള്ള മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ ഒരു വർഷത്തെ വിസ സ്വന്തമാക്കി കഴിഞ്ഞു. കൂടുതൽ പേർ വിസക്കായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ജനറൽ മാനേജർ അബ്ദുൽ റഹ്മാൻ പറഞ്ഞു. 3400 ദിർഹത്തോളമാണ് ഒരു വർഷത്തെ വിസയ്ക്ക് സേവനദാതാക്കൾ ഈടാക്കുന്നത്. എന്നാൽ ആവശ്യക്കാർ കൂടുതലെത്തുമ്പോൾ തുക കുറഞ്ഞേക്കും. UAEയിൽ സന്ദർശക വിസയിലുള്ളവർ സ്റ്റാറ്റസ് മാറ്റത്തിന് 625 ദിർഹം കൂടി നൽകേണ്ടതുണ്ട്. വർക്ക് പെർമിറ്റിന് 300 ദിർഹമാണ് ഫീസ്. UAEയുടെ വിസ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 200-ലേറെ രാജ്യക്കാർ, വ്യത്യസ്തമായ ജീവിതശൈലി, സമ്പന്നമായ സംസ്കാരം, വൈവിധ്യമാർന്ന സമൂഹം എന്നിവയാൽ സവിശേഷതയുള്ള UAE ജീവിക്കാനും ജോലി ചെയ്യാനും ഉയരങ്ങളിലെത്താനുമുള്ള അപൂർവ അവസരമാണ് ലോക ജനതയ്ക്ക് ഇപ്പോൾ നൽകുന്നത്. UAE അനുദിനം ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനാൽ നിത്യേന ഒട്ടേറെ പേർ ഇവിടെ ഉപജീവനം തേടിയും ബിസിനസ് ആരംഭിക്കാനും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. COVID-19 ശേഷം ഒഴുക്ക് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുറൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ 7 എമിറേറ്റുകളുടെ ഒരു ഫെഡറേഷനാണ് UAEയിലെ ജനസംഖ്യ ഏകദേശം 90 ലക്ഷമാണ്. ആകെ ജനസംഖ്യയുടെ ഏകദേശം 90% പ്രവാസികളാണ് എന്നതാണ് ഇതിലെ പ്രത്യേകത. ഇതിൽ തന്നെ ഇന്ത്യക്കാരാണ് കൂടുതൽ. UAE പൗരന്മാരല്ലാത്ത എല്ലാ താമസക്കാർക്കും അവരുടെ റെസിഡൻസി പെർമിറ്റിനായി ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണമെന്നായിരുന്നു നിയമം. പരമാവധി 2 അല്ലെങ്കിൽ 3 വർഷത്തിനു ശേഷം പുതുക്കുന്നതിന് വിധേയമാണ് വിസ. ഇതിനിടെ 2019 ഭേദഗതികൾ ഉണ്ടാവുകയും വിദേശികൾക്ക് രാജ്യത്ത് തുടർച്ചയായി താമസിക്കാനുള്ള 10 വർഷത്തെ ഗോൾഡൻ വിസ അടക്കമുള്ള പുതിയ പാതകൾ ഒരുങ്ങുകയും ചെയ്തു. UAEയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനും വളർച്ചയ്ക്കും തുടർച്ചയായി സംഭാവന നൽകാൻ കഴിവുള്ള പ്രതിഭകളായ പ്രവാസികൾക്കും നിക്ഷേപകർക്കും സുരക്ഷ നൽകുക എന്നതാണ് ഈ ദീർഘകാല വിസയുടെ പ്രധാന ലക്ഷ്യം. ഇതുകൂടാതെ 5, 3, 2 വർഷത്തെ തൊഴിൽ താമസ വിസകളും ലഭ്യമാണ്. വിദേശികളോട് UAE കാണിക്കുന്ന സഹാനുഭൂതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു വർഷത്തെ വിസ. സന്ദർശക വിസയിലെത്തി UAEയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും നാട്ടിൽ നിന്ന് വരാനാഗ്രഹിക്കുന്നവർക്കും ഈ വിസ അപേക്ഷിക്കാം. ഇതോടൊപ്പം എമിറേറ്റ്സ് ID കൂടി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തുടർന്ന് ഏതെങ്കിലും കമ്പനിയിലോ സ്ഥാപനത്തിലോ ജോലി ലഭിക്കുകയാണെങ്കിൽ വർക്ക് പെർമിറ്റ് കൂടി എടുത്താൽ നിയമപരമായി തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഇതുമാത്രമല്ല, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും സാധിക്കും. ലേബർ പേയ്മെന്റ് ഇല്ലാത്തതും പ്രത്യേകതയാണ്. അതേസമയം ഒരു വർഷം കഴിഞ്ഞാൽ വിസ പുതുക്കാൻ പറ്റും. എന്നാൽ നിലവിൽ ഈ ഓപ്ഷൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അബ്ദുൽ റഹ്മാൻ പറഞ്ഞു. UAEയിൽ ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും വിസയ്ക്ക് കീഴിൽ വർക്ക് പെർമിറ്റ് എടുത്ത് ഒട്ടേറെ പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കും വേണമെങ്കിൽ ഒരു വർഷത്തെ സെൽഫ് സ്പോൺസേഡ് വിസയിലേക്ക് മാറാവുന്നതാണ്. ലോകത്തെങ്ങുമുള്ള പ്രതിഭകളെയും വിദഗ്ധരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ റിമോട്ട് വർക്ക് വിസ ആഗോള പ്രൊഫഷണലുകൾക്ക് UAEയിൽ നിന്ന് വിദൂരമായി ജോലി ചെയ്യാൻ സഹായിക്കുന്നു. 55 വയസ്സിന് മുകളിലുള്ള വിരമിച്ച താമസക്കാർക്കും സ്പോൺസറില്ലാതെ താമസ വിസ ലഭിക്കും. കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിസയ്ക്ക് യോഗ്യത നേടാം.